ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടെസ്ല പഴയ മോഡൽ വാഹനത്തിലും അതേമാതിരി തന്നെ പുതിയ മോഡൽ 2024-25 മോഡൽ വാഹനങ്ങളിലുള്ള വ്യത്യാസമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, പഴയ മോഡൽ ടെസ്ലയിൽ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് റിമോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ചിപ്പ് വെക്കേണ്ട സ്ഥലം ഇവിടെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ ലിവറും അതേമാതിരി തന്നെ വൈപ്പറിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്റ്റിയറിങ്ങിന് തൊട്ട് താഴെയായിട്ട് നോർമൽ കോമൺ വാഹനങ്ങളിലൊക്കെ വരുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ പുതിയ മോഡൽ വാഹനങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വിച്ചും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതെവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, പഴയ മോഡൽ വാഹനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇതേമാതിരി ഗിയർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2025 മോഡൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ടെസ്ലയിലുള്ളത്. അതേമാതിരി തന്നെ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻട്രൽ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ റീസെറ്റ് ചെയ്യണം, അതേമാതിരി തന്നെ ജാക്ക് മോഡ്, അതേമാതിരി തന്നെ ടോയിങ് മോഡ്, അതേമാതിരി തന്നെ വൈപ്പർ റീസെറ്റിംഗ് പ്രൊസീജിയർ, ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റും കാര്യങ്ങളും അതേമാതിരി തന്നെ ഇനി ഏറ്റവും പുതിയ മോഡൽ ടെസ്ലയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന അങ്ങനെ ഒരു സ്വിച്ചും കാര്യങ്ങളും ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല. ഇത് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിയറിങ്ങും അതേമാതിരി തന്നെ ആ സ്റ്റിയറിങ്ങും അതേമാതിരി അതിനുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒന്നും വേറെ സെപ്പറേറ്റ് ലിവർ കൊടുത്തിട്ടില്ല. അതിന് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റിയറിങ്ങിൽ തന്നെയാണ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, മുകളിലും താഴെയായിട്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തത്. കാരണം നമുക്ക് എപ്പോഴും നമ്മൾ മാറ്റം വരുത്തുന്നത് നമുക്ക് ഒരു പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ ഗിയർ ലിവറോ കാര്യമോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ ഡിസ്പ്ലേയിൽ തന്നെയാണ് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് കണ്ടല്ലോ, റിവേഴ്സും ഫ്രണ്ടും അതേമാതിരി തന്നെ സെൻട്രലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിങ്ങും ആവുന്നതാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ട് നമുക്ക് ഡിസ്പ്ലേ മുകളിലോട്ടായി കഴിഞ്ഞാൽ ഡ്രൈവിലോട്ട് പോകും, റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കോട്ടായി കഴിഞ്ഞാൽ റിവേഴ്സും. അതേമാതിരി തന്നെ ചിപ്പും കാര്യങ്ങളെല്ലാം പഴയ മോഡൽ തന്നെയാണ്, പക്ഷേ ആ വെക്കേണ്ട പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഈ ഫ്രണ്ടിലാണ് ഇനി പുതിയ മോഡൽ വാഹനങ്ങളുടെയൊക്കെ ചിപ്പ് വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് താഴെയായിട്ട്, അതവിടെ വെക്കണം നിർബന്ധമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അതേമാതിരി ഡിസ്പ്ലേയിലുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം പഴയ മോഡൽ വാഹനങ്ങളിലെ പോലെ തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സർവീസും റീസെറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് റീസെറ്റ് അങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ പഴയ മോഡൽ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ആണ്. പിന്നെ അതേമാതിരി തന്നെ ഒരു അടിപൊളി ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് പുതിയ മോഡൽ ഡാഷ്ബോർഡിനും കാര്യങ്ങൾക്കും ഉള്ളത്. അതേമാതിരി തന്നെ ഈ മോഡൽ വാഹനങ്ങൾക്ക് ഏറ്റവും ഈ പുതിയ 2025 മോഡൽ വാഹനങ്ങളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. നല്ലൊരു സ്പോർട്ടി ലുക്കുള്ള ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടുള്ളത് എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.